വരികയാണ്. ഇനി എന്തോ 2 ബൂത്ത് UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് ആദ്യമായി എല്ലാവിധ വിജയാശംസകളും അർപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും, എന്തിനേറെ പറയുന്നു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലും കേരളത്തിലെ വർഗീയത വിറ്റുകൊണ്ട് 2 മാസമായിരിക്കും SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ പെട്ടെന്ന് അദ്ദേഹം നിലമ്പൂരിലേക്ക് പറഞ്ഞേക്കുന്നു. ഒരിക്കലും അദ്ദേഹം പറയാൻ പാടില്ലാത്ത വലിയ വർഗീയ പരാമർശം അദ്ദേഹം നടത്തുന്നു. ഈ ജില്ലയിൽ ഇവിടുത്തെ ഹൈന്ദവ സമുദായം ഒരിക്കലും അംഗീകരിക്കാത്ത സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ മലപ്പുറം ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട ഹൈന്ദവ നേതാക്കളും ഹൈന്ദവ വിശ്വാസികളും തന്നെ അതിനെ എതിർക്കുന്നു. അപ്പോൾ അവസാനമായി കഴിച്ച ട്രംപ് കാർഡ്, അത്രയും കൃത്യമായ വർഗീയത പറഞ്ഞ ആ വ്യക്തിയെ 3 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം പോയി കണ്ട് സ്വീകരിക്കുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങാം, അതിനെന്ത് മാർഗം? കാരണം രാഷ്ട്രീയം അവിടെ കയ്യിൽ നിന്ന് പോയി. തൊഴിലാളികൾ ഒന്നും ഉണ്ടാക്കാൻ പറയുന്നു, എനിക്ക് ശബ്ദമിടാൻ വയ്യ, അതുകൊണ്ടാ. തൊഴിലാളികൾ അവരുടെ എന്താ പറയുക പക്ഷത്തു നിന്ന് കൈവിട്ടുപോയി. പാർട്ടി സഖാക്കൾ അവരെ കൈവിട്ടുപോയി. വീണ്ടും അധികാരത്തിൽ വരാൻ ഏതെങ്കിലും ഒരു നിലക്ക് കേരളത്തിലെ ഒരു കലാപ ഭൂമിയാക്കി RSSുമായി ചേർന്ന് കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്ന് ഒരുപാട് ഗെയിമുകൾ ഇവിടെ കളിച്ചു. അതിന്റെ ഭാഗമാണ് അജിത് കുമാറും സുജിത് ദാസും ഒക്കെ. എല്ലാത്തിലും പരാജയപ്പെട്ടു. കേരളത്തിലെ മതേതര നിലപാടിനെ, നിലമ്പൂരിന്റെ മതേതര നിലപാടിനെ മറികടക്കാനുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പം ആ പരാജയത്തിന്റെ ഒക്കെ അടിസ്ഥാനം പാർട്ടി സഖാക്കൾ തിരിച്ചറിയേണ്ടത്, അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായിസവും മരുമോനിസവും അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം. ഞാൻ പിടിച്ച വോട്ടുകൾ പരിശോധിച്ചാൽ അത് കൃത്യമാണ്. CPMന് പിടിക്കാൻ പറ്റിയ വോട്ട് ഈ പറയുന്ന 65,000 വോട്ടിനടുത്താണ്. 82,000 വോട്ടുണ്ട് ഞാൻ മത്സരിക്കുമ്പോൾ. ആ 15,000 വോട്ട് പോയി. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സങ്കടകരം എന്താണെന്നറിയോ? ഞാൻ ഇന്നലെ പറഞ്ഞ ക്രോസ് വോട്ട്. യഥാർത്ഥത്തിൽ ആ 10,000 വോട്ട് കൂടി തിരിച്ചിങ്ങോട്ട് വന്നാൽ ഞാൻ പറഞ്ഞതുപോലെ സ്വരാജ് തോറ്റമ്പിക്കിടക്കാണ്. ആ വോട്ട് ചെയ്ത വ്യക്തികൾ ചെയ്ത ആ പ്രവൃത്തി എന്തുമാത്രം പിണറായിസത്തെ സഹായിക്കുന്നത്. എനിക്ക് വേണ്ട, ഈ ഷൗക്കത്തിന് പോയാലും സത്യത്തിൽ ആന്റി പിണറായി വോട്ട് 10,000 വോട്ട് ആ പെട്ടിയിലേക്ക് വീണിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 50,000 ചില്ലാനമാണ് ഈ പറയുന്ന സ്വരാജ് മുഖ്യമന്ത്രി ഈ എന്താ പറയുക വർഗീയത മുഴുവൻ നടത്തിയിട്ട് നിലമ്പൂരിൽ നേടാൻ കഴിഞ്ഞത്. പരിപൂർണമായ ജനങ്ങൾ തിരസ്കരിച്ചൊരു മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ സ്ഥാനാർത്ഥി പറയുന്നത് കേട്ടു, സ്വരാജ് പറയുന്നത് കേട്ടു. അദ്ദേഹം മുമ്പ് പറഞ്ഞാൽ എന്തായിരുന്നു? ഇത് ഗവൺമെന്റിന്റെ വിലയിരുത്തലാകുന്നു. ഇപ്പൊ അദ്ദേഹം പറയുന്ന അല്ല, ഇത് ഗവൺമെന്റിന്റെ വിലയിരുത്തലല്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നു ഗവൺമെന്റിന്റെ വിലയിരുത്തലാവും. ഗവൺമെന്റിന്റെ വിലയിരുത്തലാണല്ലോ, വളരെ വ്യക്തമല്ലേ? ഇവിടെ ഈ ഗവൺമെന്റിനെതിരെ, പിണറായിസത്തിനെതിരെ, മരുമോനിസത്തിനെതിരെ കേരളത്തിലെ ജനം അതിശക്തമായ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വഴിയൊരുക്കണം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ ഇപ്പോഴും വാർത്തയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വെല്ലുവിളിച്ചത് കൊണ്ടാണ് എന്നെ കൂടെ കൂട്ടാം. ഞാൻ എവിടെ വെല്ലുവിളിച്ചത്? കഴിഞ്ഞ മാസം 2-ാം തീയതി കോഴിക്കോട് ചേർന്ന UDF യോഗത്തിൽ അന്നത്തെ UDF കൺവീനർ ആയിരുന്ന ശ്രീ MM ഹസൻ പത്രക്കാരെ വിളിച്ചു പറഞ്ഞതാണ്, PV അൻവറിനെയും ഗ്രൂപ്പിനെയും അസോസിയേറ്റ് മെമ്പറായിട്ട് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ വിഷയം ഈ പറയുന്ന UDF ചെയർമാൻ ശ്രീ VD സതീശനെ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 ദിവസത്തിൽ അദ്ദേഹവുമായി ഡിസ്കസ് ചെയ്ത് ഈ കാര്യങ്ങൾ തീരുമാനിച്ച് ഡിക്ലെയർ ചെയ്യുമെന്ന് പറഞ്ഞാണ്. UDF തീരുമാനമാണ്. അത് കഴിഞ്ഞ 1 മാസം പോയി, ഒരു തീരുമാനമില്ല. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കണ്ട് സംസാരിച്ചു. 2 ദിവസം കൊണ്ട് പറയുന്നതാണ്, അതും ഉണ്ടായില്ല. പിന്നെ കാണുന്നത് ഇലക്ഷൻ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപിച്ച ഉടനെ അദ്ദേഹം ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് ആ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥി ആയി പ്രഖ്യാപിക്കുമ്പോഴെങ്കിലും PV അൻവറിനെയും പാർട്ടിയെയും അസോസിയേറ്റ് മെമ്പറായി എടുത്തിരിക്കുന്നു എന്ന് പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്തമല്ലേ? അതും കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി വരുമ്പോഴാണ് പത്രക്കാരെ നിങ്ങൾ ചോദിക്കുന്നത് സ്ഥാനാർത്ഥിയെ കുറിച്ച്. ഞാൻ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു.
ഞാൻ ആ മുന്നണിയുടെ ഭാഗം ഒന്നുമല്ല. അദ്ദേഹത്തിന് പിടിക്കാവുന്ന വോട്ടിന്റെ കാര്യം എനിക്കറിയാം, അതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറഞ്ഞത്. പിന്നെ സ്ഥാനാർത്ഥിയെ ഞാൻ പറ്റുമെന്ന് പറയണം, എന്നിട്ട് ഞാൻ വീണ്ടും റിക്വസ്റ്റ് കൊടുക്കണം. ആ റിക്വസ്റ്റ് കൊടുത്തിട്ട് അവർ ആലോചിക്കും. ഇതല്ലേ സ്ഥിതി. എന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പിടിച്ചു ഉന്തിയതല്ലേ. അപ്പൊ ഞാൻ എവിടെ വികാരം കാണിച്ചത്? ഞാൻ നിരുപാധിക പിന്തുണ കൊടുത്തുകൊണ്ട് അവിടെ നടന്ന UDFന്റെ യോഗങ്ങൾ, മുസ്ലിം ലീഗ് അടക്കം നടത്തിയ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചതല്ലേ. ഞാൻ രാജിവെക്കുമ്പോൾ പറഞ്ഞെന്താ? പിണറായി സത്തിന്റെ അവസാനത്തെ ആണിയടിക്കും, 30,000 വോട്ടിനെങ്കിലും കുടിയേറ്റ കർഷകരോട് ജയിപ്പിക്കും. അപ്പൊ എന്താ സ്ഥിതി? അത് പബ്ലിക്കായി നിങ്ങളോട് പറയുമ്പോഴും ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞില്ല, 40,000 കുറയാത്ത വോട്ടിന് നിലമ്പൂരിൽ ഞാൻ ജയിപ്പിച്ചു തരാം. അതാണ് സ്ഥിതി. ഞാൻ ഈ പറയുന്ന TMCയുടെ പിന്നിൽ നിൽക്കുന്ന 4 ആളല്ല ഇതിന്റെ പിന്നിൽ. ഞാൻ ഈ പറയുന്ന പിണറായിസും മരുമോനിസും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. കേരളത്തിൽ മൊത്തം ഉണ്ടത്. 15% വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇളകി നിൽക്കുകയാണ്. ആ വോട്ടിനെ ഇപ്പുറത്തെത്തിച്ചെങ്കിലേ ഈ അടുത്ത ഗവൺമെന്റ് UDFന് അധികാരത്തിൽ വരാൻ പറ്റൂ. അതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളൊന്നും എന്നെ കൂടെ കൂട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ രീതിയിൽ അപഹസിച്ച് തള്ളിയത്. ഇപ്പൊ എന്തായി? ഇപ്പൊ എന്റെ വോട്ടും UDFന്റെ വോട്ടും കൂടി കൂട്ടിയാൽ തന്നെ എത്രയായി? 32,000 33,000 എന്ത് വലിയ ഇമ്പാക്ട് ഉണ്ടാകുമായിരുന്നു. പ്ലസ് ഈ പോയ 10,000 വോട്ട് 42,000 ആയോ? മിനിമം എനിക്ക് 30,000 വോട്ട് എന്ന് പറഞ്ഞത് വസ്തുതയല്ലേ. ഇപ്പൊ എത്ര? 20,000 വോട്ടാണ് ഉള്ളത്. ആ 10,000 വോട്ടാണ് അങ്ങോട്ട് ക്രോസ് പോയത് എന്ന് പറഞ്ഞാൽ 50,000ത്തിന്റെ അടുത്താണ് സ്വരാജിന് യഥാർത്ഥത്തിൽ പിണറായിക്ക് ഈ മണ്ഡലത്തിൽ കിട്ടിയ വോട്ട്. ഇതൊരു വസ്തുതയാണ്. ഈ വസ്തുതകളൊന്നും കാണാതെ പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് 20,000 വോട്ട് മലയോര കർഷകർ എനിക്ക് നൽകുന്നത്. ഈ 139 MLA-മാരും മന്ത്രിമാരും MP-മാരും വാർഡ് കയറി ബൂത്ത് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അതിന്റെ എല്ലാ പരിശ്രമങ്ങളും UDFന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി. ഇത്രയും ശക്തമായിട്ട് ഒരു കാലത്തും ലീഗ് പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല ആത്മാർത്ഥമായിട്ട്. എന്നിട്ടും പിന്നെ എങ്ങനെ എനിക്ക് ഈ 10,000-20,000 വോട്ട് കിട്ടുന്നത്? ഇതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ മലയോര വിഷയം 63 മണ്ഡലങ്ങളുണ്ട്, 489 പഞ്ചായത്തുണ്ട്, ഏകദേശം 1.25 കോടിയോളം വോട്ടർമാരുണ്ട്. ഈ വിഷയത്തെ അഡ്രസ് ചെയ്യണം. ഇതാ നിരന്തരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഒരുമിച്ച് നിന്ന് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഒരു പോരാട്ടം നടത്തിയാൽ ഈ പിണറായിയെ താഴെ ഇറക്കാൻ ഒരു ബുദ്ധിമുട്ടും ഞാൻ കാണുന്നില്ല. അതിന് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും അതിനുള്ള സംവിധാനങ്ങളും വേണം. ഇപ്പൊ ചേലക്കര പോയി ഞാൻ മത്സരിച്ചല്ലോ. ആ കൊട്ടം പാറന്റെ മുകളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 4,000 വോട്ടിന് കിട്ടിയില്ലേ? എങ്ങനെയാ 4,000 വോട്ട് കിട്ടിയേ? അന്ന് ഞങ്ങൾ DMK ആണ്, ഒരു സോഷ്യൽ മൂവ്മെന്റാ. ആരാ വോട്ട് ചെയ്തത്? 39,600 വോട്ടിന് ലീഡുണ്ടായിരുന്നു രാധാകൃഷ്ണൻ ആ മണ്ഡലത്തില്. ആ സാധനം 12,000ത്തേക്ക് ഇറങ്ങിയത് എങ്ങനെയാ? 33 വണ്ടിയാണ് അവിടെ അനൗൺസ് ചെയ്തത് 23 ദിവസം. വെറും പിണറായിസം. അതിലെ വലിയൊരു വിഭാഗം വോട്ട് ഞങ്ങൾക്ക് ചെയ്തിട്ട് ഞങ്ങൾ ജയിക്കാൻ കഴിയില്ല. അത്രയും സ്ട്രോങ് ആന്റി പിണറായി വോട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ 4,000. മറ്റ് ഞങ്ങൾ നടത്തിയ പ്രചരണത്തിന്റെ ഭാഗമായി കിട്ടിയ വോട്ട് മുഴുവൻ ഈ പറഞ്ഞ പിണറായി UDF സ്ഥാനാർത്ഥിക്കാണ്. 12,600ലേക്ക് ചുരുങ്ങി 39,600. ഒരു 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 എന്താ പറയാ, എന്തെങ്കിലും ഒരു നന്ദി നമ്മളോട് കാണിച്ചോ? പാലക്കാട് തെരഞ്ഞെടുപ്പ് അതേ ഘട്ടത്തിലാണ്. അവിടെ BJP അധികാരത്തിൽ വരുന്നതിന് നമ്മൾ പിന്തുണ കൊടുക്കാൻ കൊടുത്തു. നമ്മളെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചു. മിൻഹാജ് അവിടുത്തെ റാവുത്തർ ഫാമിലിയാണ്. കേരളത്തിൽ റാവുത്തർ ഫാമിലി ഉള്ള ആളുകളുള്ള ഏറ്റവും കൂടുതൽ ആളുകളുള്ള സ്ഥലം പാലക്കാട് ടൗണാണ്. 10-12,000 വോട്ടർമാരുണ്ട്. അവര് N ബ്ലോക്കായിട്ട് അവർ UDFന് വോട്ട് ചെയ്തു. 3,000 വോട്ടിൽ നിന്ന് 17,000ത്തേക്കായി. ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ. ആ മിൻഹാജിനെ ഒന്ന് കൂടെ കൂട്ടണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പിൽ കൂടെ കൂട്ടിയില്ലെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ അന്ന് വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ബൂത്തുകളിലെ UDFന്റെ ബൂത്തുകൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത് ഈ മിൻഹാജ. അത് കഴിഞ്ഞിട്ട് ഒരു വാക്ക് പോലും നന്ദി കൂടി പറഞ്ഞില്ല. അവസാനം മിൻഹാജ് എന്നോട് പറഞ്ഞു, അൻവർക്ക് ഞാനില്ലട്ടോ എന്ന് പറഞ്ഞിട്ട് രാജിവെച്ച് പോയി CPM ചേർന്നു. ഇത് കഴിഞ്ഞ് ഈ കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞു.
ഈ വയനാട്ടിലെ പഞ്ചായത്ത്, പനമരം പഞ്ചായത്ത് ഞാൻ പിടിച്ചു കൊടുത്തു. നിലമ്പൂരില് ചുങ്കത്തറ പഞ്ചായത്ത് പിടിച്ചു കൊടുത്തു. ഈ ഒരു ചെറിയ കാലം കൊണ്ട് എന്തെല്ലാം ഇടപെടലുകൾ നടത്തി. എന്നിട്ട് പുറങ്കാല് കൊണ്ട് ചവിട്ടുക. പുറങ്കാല് കൊണ്ട് ചവിട്ടിയാൽ എന്താവും? അതന്നെ അവിടെ സംഭവിച്ചത്. അപ്പം എനിക്ക് ഇനി പറയാനുള്ളത്, പിണറായിയെ താഴെ ഇറക്കണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഈ 63 നിയോജക മണ്ഡലങ്ങളിൽ ഏകദേശം 22ഓളം മണ്ഡലങ്ങൾ 7000-നും 10,000-നും ഇടക്കാണ് CPM കഴിഞ്ഞ 3 ടേമായി വിജയിച്ച് നിൽക്കുകയാണ്. അത് സുന്ദരമായിട്ട് പരാജയപ്പെടുത്താൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്ത് ആളുകളെ ബോധവൽക്കരിച്ചാൽ 103 കർഷക സംഘടനകളുണ്ട്. ആ 103 കർഷക സംഘടനകളെയും കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ട് 5 തവണ ഇടുക്കി പോയിട്ട് ഞാൻ ഈ സമ്മേളനത്തിന്. ഇതൊന്നും ഉപയോഗപ്പെടുത്തണ്ട എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിവൃത്തിയൊന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകും. അതിൽ വേറൊരു മാർഗം ഞങ്ങളെ സംബന്ധിച്ചിട്ടില്ല. അപ്പം ഒരു കൃത്യമായ ധാരണ വേണം. ഞാൻ ഈ വിഷയത്തിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, UDF ഏറ്റെടുക്കേണ്ട ചില സംഗതികൾ, അത് പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്. ഒന്നിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മുഖ്യമന്ത്രി ഈ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം. രണ്ടാമത്തെ വിഷയം ഈ വന്യജീവി വിഷയം തന്നെയാണ്. 3000 കോടി രൂപയുണ്ടെങ്കിൽ ഈ പ്രശ്നം തീർക്കാൻ പറ്റും. ജനങ്ങളെയും മൃഗങ്ങളെയും മലയോരം വേർതിരിക്കാൻ കഴിയും. 1000 കിലോമീറ്റർ ഫെൻസിങ് വേണം. 1 കിലോമീറ്റർ 3 കോടിയാകും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ചെയ്യാൻ. ഒരു പുലിയും ഒരു കടുവയും ഒരു ഈച്ചയും ആ കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ല. ലോകത്തെ ഡെവലപ്ഡ് കൺട്രീസിൽ അമേരിക്ക ആയാലും കാനഡ ആയാലും ഏറ്റവും കൂടുതൽ കങ്കാരിയുള്ള ഓസ്ട്രേലിയയിലൊക്കെ ചെയ്ത് വിജയിച്ച ഒരു ഫെൻസിങ് സിസ്റ്റമാണിത്. അതിന് പണം മുടക്കണം. ഇവിടെ 1 കിലോമീറ്റർ സോളാർ വേലിയിടാൻ 1.5 ലക്ഷം മുടക്കുന്നത്. നോക്കിയാൽ കാണാത്ത കമ്പിയാ കെട്ടുന്നത്. അതിന് പകരം ഒരു 3000 കോടി രൂപ ഈ വിഷയത്തിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ 1ാം ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ഈ പ്രശ്നം തീർത്തു കൊടുക്കുമെന്ന് അവർ പ്രകടന പത്രികയിൽ കൃത്യമായി പറയണം. അതാണ് ഞങ്ങൾക്ക് ഒരു ഡിമാൻഡ്. പിന്നെ മരണം 10 ലക്ഷം ഇപ്പൊ കൊടുക്കുന്നത്, ഏറ്റവും മിനിമം 50 ലക്ഷമാക്കി അത് ഉയർത്തണം. പരിക്ക് പറ്റിയവർക്ക് 2 ലക്ഷം 50,000 കൊടുക്കുന്നത്, അതിനെ കൊടുക്കുന്നില്ല. അത് പരിക്ക് പറ്റിയത് 10 ലക്ഷമായി ഉയർത്തണം. അതുപോലെ കൃഷിനാശം 5 പൈസ, അതായത് ഒരു വാഴ ഒരു 250 രൂപ 300 രൂപയാണ് ഒരു നീന്ത്ര വാഴ നട്ട് നനച്ചുണ്ടാക്കാൻ എന്റെ ചെലവ്. അത് പോയാൽ 50 രൂപ കൊടുക്കുന്നത്. അത് 10 ഇരട്ടിയെങ്കിലും വർദ്ധിപ്പിക്കണം. കാർഷിക വിളനാശം മൃഗങ്ങൾ ഉണ്ടാക്കുന്നതിന് 10 ഇരട്ടിയെങ്കിലും വർദ്ധിക്കണം. ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. UDFന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യങ്ങളും ഒരു ഡിമാൻഡ് നമ്മൾ മുന്നിൽ വെക്കുന്നില്ല. അതുപോലെ തന്നെ കടലോരം CRZ മേഖലയിൽ നിരവധിയായ വിഷയങ്ങളുണ്ട്. കേരളത്തിൽ നമുക്ക് 570 കിലോമീറ്റർ കടലോരാണ്. ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളാണ് ജീവിക്കുന്നത്. CRZ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നിയമങ്ങൾ മനുഷ്യനെ അങ്ങേയറ്റം പ്രയാസത്തിലാക്കുന്നുണ്ട്. ലോകത്തെവിടെയില്ല. ലോകത്തെ ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ കടലിലാണ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ദുബായി പോയാലും അമേരിക്ക പോയാലും കടൽ തൂർത്ത് ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് കടൽക്കരയിൽ പോലും, പ്രത്യേകിച്ച് കേരളത്തിൽ, അവിടെ ഒരു 5 സെന്റിൽ ഒരു വീട് വെക്കാൻ പോലും പറ്റില്ല. ലോകത്ത് എവിടെ ഇല്ലാത്ത നിയമങ്ങളാ, ഒരു സ്ഥലത്തുമില്ലാത്ത. ആ നിയമങ്ങളിലെ ഭേദഗതി വേണം. അതിന് നിലപാട് സ്വീകരിക്കണം. പിന്നെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം മലപ്പുറം ജില്ല നേരിടുന്ന പ്രശ്നമാണ്. മലപ്പുറം കോഴിക്കോട് ജില്ല, ഇവിടെ ഏകദേശം 60 ലക്ഷം ജനങ്ങളുണ്ട്. 16 നിയോജക മണ്ഡലമുണ്ട്. തൊട്ടടുത്ത വയനാട് 12 ലക്ഷം ജനങ്ങളാണുള്ളത്, അതൊരു ജില്ലയാണ്. പത്തനംതിട്ട 15 ലക്ഷം 16 ലക്ഷം ജന, അതൊരു ജില്ലയാണ്. ഇടുക്കി ഇതേപോലെ 17 ലക്ഷം. ഇവിടെയൊക്കെ ഒരു കലക്ടറേ ഉള്ളൂ. നമ്മൾക്കും ഈ 16 ലക്ഷം 40 60 ലക്ഷം ആളുകൾക്കും ഒരു കലക്ടറാണ്, ഒരു മെഡിക്കൽ കോളേജാണ്, ഒരു ഗവൺമെന്റ് അതിന് ആനുപാതികമായിട്ടുള്ള, ജില്ലക്ക് ആനുപാതികമായിട്ടുള്ള കെട്ടിടങ്ങളും സ്കൂളുകളുമാണ് കിട്ടുന്നത്, ആശുപത്രികള്. ഒരു നീതിയില്ല. കേന്ദ്രത്തിന്റെ എല്ലാ ഫണ്ടും ജില്ലാടിസ്ഥാനത്തിലാണ്. അപ്പം 10-11 ലക്ഷമുള്ള വയനാട്ടുകാർക്ക് കിട്ടുന്നതും ഒരേ ഫണ്ട്, 60 ലക്ഷമുള്ള മലപ്പുറത്തെ മലയോര ജനങ്ങൾക്കും കിട്ടുന്നത് ഒരേ ഫണ്ട്. ഇവിടെ സ്കൂളിൽ സീറ്റില്ല. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. തിരുവനന്തപുരത്ത് 12 കുട്ടികൾ ഒരു ക്ലാസ് പഠിക്കുമ്പോൾ +1 ഇവിടെ 90 കുട്ടികൾ അട്ടിക്കെട്ടിട്ട് മൈക്ക് വെച്ചിട്ട് ക്ലാസ് എടുക്കുക. ഇത് അങ്ങേയറ്റത്തെ അനീതിയാ.
അതുകൊണ്ട് ഒരു മലയോര ജില്ല വേണം. ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, ഏറനാട്, നിലമ്പൂര്, വണ്ടൂര്, പെരിന്തൽമണ്ണ, മങ്കട, മഞ്ചേരി, ഈ 7 ജില്ലകൾ 7 നിയോജക മണ്ഡലങ്ങൾ ചേർത്തുകൊണ്ട് ഞങ്ങൾക്കൊരു മലയോര ജില്ല രൂപീകരിക്കണം. തീരുമാനമെടുക്കാം. UDF എന്താ തീരുമാനമെടുക്കാൻ പ്രയാസം? നീതി വേണ്ട ഈ മനുഷ്യർക്കും. ഇതിൽ ഭൂരിഭാഗം വരുന്നതും ഈ പറയുന്ന എന്താ പറയാ മലയോര മേഖലയാണ്. ഈ 7 മണ്ഡലത്തില് 5 വരുന്നത് ഈ വന്യമൃഗ പ്രശ്നങ്ങളും മറ്റുള്ള ഈ മലയോര മേഖലയാണ്. ഇവിടെ ഒരു ജില്ല രൂപീകരിക്കാനുള്ള ഒരു തീരുമാനം UDF നേതൃത്വം എടുക്കണം. ഞങ്ങൾ TMCയുടെ ഡിമാൻഡ് വെക്കാണ്. പിന്നെ മറ്റൊരു വിഷയം, ഈ പോത്തുകല്ല് മുണ്ടേരി ചൂരൽമല റോഡ്, ഇപ്പം മുടങ്ങിക്കിടക്കുന്ന മലയോര ഹൈവേ, പോത്തുകല്ല് മുണ്ടേരിയിൽ നിന്ന് 14 കിലോമീറ്റർ കയറിയാൽ ഈ പറയുന്ന വയനാട്ടിലെത്തും. അവിടെ പോയിട്ട് 8,000-10,000 കോടി ഉണ്ടാക്കി തുരങ്കുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് മരുമോന്റെ കൊള്ളയടിയാണ്. കാരണം വിദേശ ഏജൻസികളാണ് അതിന് വരിക. ആ കമ്മീഷൻ ദുബായിലോ അമേരിക്കയിലോ കിട്ടും. വെറും 10, 200, 300 കോടി ഉണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. വെറും 16 കിലോമീറ്റർ കൊണ്ട് മുണ്ടേരിയിൽ നിന്ന് മേപ്പാടിയിലെത്താം. നമ്മൾ കൊടുത്ത പ്രപ്പോസൽ മുറിച്ചിട്ടതാണ് ഈ പറയുന്ന മരുമോഹൻ PWD മന്ത്രി. ആ വിഷയം UDF ഏറ്റെടുക്കണം. നിലമ്പൂരിന്റെ പ്രധാന വിഷയമാണ്. പിന്നെ ഇവിടെ ജനങ്ങൾ നേരിടുന്ന മറ്റൊരു വലിയ വിഷയം PSC മെമ്പർമാരുടെയാണ്. നമ്മളെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ 5 6 ആളാണ് PSC മെമ്പർമാരില്. 7 കോടി ജനമുള്ള തമിഴ്നാട്ടില് 5 പേരാണ് PSC മെമ്പർമാര്. ഏകദേശം 8 കോടി ജനമുള്ള കർണാടകയില് 6 പേരാണ് PSC മെമ്പർമാര്. വെറും 3.5 കോടി ജനമുള്ള കേരളത്തില് 21 PSC മെമ്പർമാരാ. അവിടെയൊക്കെ 1 ലക്ഷത്തിന് താഴെ ശമ്പളം. ഇവിടെ 2.5 ലക്ഷം ഉണ്ടായത് 4.5 ലക്ഷമാക്കി ഉയർത്തി. PSC മെമ്പർമാരുടെ എണ്ണം ആനുപാതികമായി കുറക്കണം. കൊള്ളയടിയാണ്. അവർക്ക് ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ സ്കീം നിർത്തലാക്കണം. എന്തിനാ കൊടുക്കുന്നത്? 5 കൊല്ലം വർക്ക് ചെയ്തിട്ട് 5 കൊല്ലം വർക്ക് ചെയ്തിട്ട് ഒരൊറ്റ PSC നിയമനം ഇവിടെ ഇല്ല. PSC മെമ്പർമാരുടെ എണ്ണം വെട്ടിച്ചുരുക്കുന്നതോടൊപ്പം അവരുടെ ശമ്പളം വെട്ടിക്കുറക്കുന്നതോടൊപ്പം അവരുടെ എന്താ പറയാ പെൻഷൻ എടുത്തു കളയുന്നതോടൊപ്പം ഇവിടെ ഉദ്യോഗാർത്ഥികളായ PSCയിലെ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഇവിടെ നിയമനം കൊടുക്കണം. നിയമന നിരോധനമാണ്. ഇവിടെ ആകെ നിയമനം ഉള്ളത് PSC മെമ്പർമാർക്കാണ്. എന്നിട്ട് അവരെ വെച്ചുകൊണ്ട് താൽക്കാലിക നിയമനം, അത് പൂർണ്ണമായും തടയണം. ജനങ്ങളോട് നീതി പുലർത്തണം. ഇതൊക്കെ പ്രകടന പത്രികയിൽ കാണിക്കണം. ജനങ്ങൾക്ക് അതിന്റെ വാക്ക് കൊടുക്കണം. UDF നേതൃത്വത്തിൽ ചർച്ച ചെയ്യണം. മൂന്നാമത്തെ കാര്യം ആശാവർക്കർമാരാണ്. ഇതിലെ പ്രധാനമായിട്ടുള്ള വിഷയം. 6 മാസമായി ഈ സഹോദരിമാർ ഈ നാട് തെണ്ടാണ്. 253 റുപ്യാണ് ഒരു ദിവസത്തെ ഹോണറേറിയം. അത് മാന്യമായി വർദ്ധിപ്പിച്ചു കൊടുക്കും. ഏതായാലും UDF മുമ്പ് തീരുമാനം എടുത്ത UDFന്റെ പഞ്ചായത്തുകളിലും ത്രിതല കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ അത് ഹോണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനം എടുത്ത അത് മൈക്രോസ്കോപ്പ് വെച്ച് പിണറായി തടഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന സഹോദരിമാരുടെ സമരം പിണറായിസത്തിന്റെ ആണിക്കല്ല് അറുക്കും ഞാൻ പറഞ്ഞതാ. ഈ ആന്റി പിണറായി വോട്ടിൽ പ്രധാന വോട്ട് സഖാക്കളുടെ ഈ പറയുന്ന ഈ ആശാവർക്കർമാരുടെ ഉൾപ്പെടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ പറയാ അക്രമ സ്വഭാവം, അദാനിയെ കൂട്ടുപിടിച്ച് പാർട്ട്ണറാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളികളോട് നടത്തുന്ന ഈ നിലപാട് കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വെറുതെ വിട്ടിട്ടില്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വെറുതെ വിടാൻ പോകുന്നില്ല. അപ്പം ആശാ വർക്കർമാരുടെ ഹോണറേറിയം മാന്യമായ നിലയിൽ ഉയർത്തിക്കൊടുക്കാനുള്ള തീരുമാനം UDF എടുക്കണം. അത് ഈ പറയുന്ന എന്താ പറയാ പ്രകടന പത്രികയിൽ അവര് അത് ഉൾപ്പെടുത്തണം. ഈ രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ UDF ഉൾപ്പെടുത്താൻ തയ്യാറായാൽ UDFുമായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിൽ ഏറ്റവും പ്രധാനമായ വിഷയം 3000 കോടി രൂപ ഈ മലയോര വിഷയം ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് ഒന്നാം ഘട്ടത്തിൽ ഈ സർക്കാർ 26-ൽ UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യം എല്ലാ പണിയും നിർത്തിവെച്ചിട്ട് ചെയ്യേണ്ട കാര്യം അതാണ്. അത് പ്രകടന പത്രികയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ആക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണ കൊടുക്കും. അങ്ങനെ പിന്തുണ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഈ 103 കർഷക സംഘടനകളെയും ഞങ്ങളുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും
ഒപ്പം നിർത്തിക്കൊണ്ട് ഈ പിണറായിസം എന്താ പറയാ ഒരു 30 സീറ്റിലേക്ക് ഈ പറയുന്ന പിണറായിസത്തെ എത്തിക്കാൻ കേരളത്തിൽ നിന്ന് സാധിക്കും. ആ വോട്ട് ഇങ്ങനെ നോക്കിയാൽ കാണാം. ആ വർക്ക് നടത്താൻ അതിന് മുന്നിൽ ഞങ്ങൾ ഉണ്ടാവും. അതിനൊരു തർക്കമില്ല. അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ വിരോധമില്ല. അദ്ദേഹത്തിന് വന്ന ഒരു വീഴ്ച അത് എന്നെ അപമാനപ്പെടുത്തുന്നതിന് സമാനമായിരുന്നു. ആ വിഷയം തീർന്നുണ്ടെങ്കിൽ തീർന്നല്ലോ. ഷൗക്കത്തിന് വിജയാശംസകൾ ഞാൻ നേർന്നല്ലോ. ഞാൻ ഇന്നലെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആര് ജയിക്കണമെന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? അവിടെ ജയിക്കേണ്ടത് ആന്റി പിണറായിസാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. ഇപ്പൊ സ്വരാജ് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളിപ്പോ ഇതെടുത്തല്ലോ, ഭരണവിരുദ്ധ വികാരമല്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ 1600 രൂപ അവിടെ ശമ്പളമാക്കി, പെൻഷനാക്കി. അത് ശരിയല്ലാന്നോ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ ലക്ഷക്കണക്കിന് വീട് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തു, അത് ശരിയല്ല എന്നാണോ പറയുന്നത്? അപ്പൊ എന്താണ് ശരിയില്ലായ്മ? പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ശരിയില്ലായ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ കുടുംബാധിപത്യമാണ്, പിണറായിന്റെ കുടുംബാധിപത്യമാണ്, മരുമോനിസാണ്. 6 വരി പാത 12 വരിയാക്കാൻ എന്താ പറയാ മരുമകൻ നടത്തിയ ഗിമ്മിക്ക് നമ്മൾ കണ്ടതാണ്. എത്ര കോടികളാണ് അടിച്ചു മാറ്റിയത്. ഇവിടുത്തെ വിഷയം SFI ആണ്. ഒരു പണിയെടുക്കാതെ ശമ്പളവും കമ്മീഷനും പറ്റുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെയാ ഇവിടെ പ്രശ്നം. എന്താ സ്വരാജിന് മനസ്സിലാവാത്തത്? എല്ലാ വർഷവും 2500 പെൻഷൻ എത്തിക്കുന്ന പറഞ്ഞ് 100 റുപ്യ കൂട്ടി 2500 എത്ര സമയത്താ 1600 കൊടുക്കുന്നത്? എങ്ങനെയാ കൊടുക്കുന്നത്? 2 റുപ്യ ഈ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ഇവിടുത്തെ ചുമട്ട തൊഴിലാളിയുടെ ബൈക്കിൽ അടിക്കുന്ന പെട്രോളിന് 2 രൂപ അടിച്ചു മാറ്റുന്നുണ്ട്. ആ പൈസ പോലും ഇവിടെ കൊടുക്കുന്നില്ല പെൻഷൻ. ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഈ പറയുന്ന എല്ലാ നികുതികളും വർദ്ധിപ്പിച്ച് അതും അടിച്ചു മാറ്റിയാണ്. അത് അടിച്ചു മാറ്റിയിട്ടാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. അതെങ്കിലും മര്യാദയ്ക്ക് കൊടുക്കണ്ടേ? ഇതിലും വലിയ കുടുംബഞ്ചന എന്താ പിണറായി ചെയ്യുന്നത്? അപ്പൊ ഇവിടുത്തെ പിണറായിസമാണ് ഇവിടുത്തെ വിഷയം, മരുമോനിസമാണ് ഈ വിഷയം. അത് ഇനിയും സ്വരാജിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, പശ്ചിമ ബംഗാളിലൊക്കെ നടന്നില്ലേ, ടാറ്റനെയും ബിർളനെയും അദാനിയും ഞങ്ങളുടെ പാർട്ട്ണർമാരാ എന്ന് അവിടെ പോയി പറഞ്ഞതാണ്. അവിടെ ടാറ്റയ്ക്ക് ഭൂമി ഉണ്ടാക്കി കൊടുത്ത 10,000 ഏക്കർ ഭൂമി, ഹെക്ടർ ഭൂമി പാവപ്പെട്ട കർഷകരെ അടിച്ചോടിച്ചിട്ട് കൊടുക്കാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത തീരുമാനം തന്നെയാണ്. ഒരു ചുവന്ന കൊടിയാണെങ്കിൽ പശ്ചിമ ബംഗാളിലെ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ഗതികേട് ഉണ്ടാക്കിയത്. ആ ഗതികേട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആര്? പിണറായി വിജയൻ. അതിന് സല്യൂട്ട് അടിച്ച് നടക്കുന്നവരാണ് ഈ പിണറായിസത്തിന്റെ വക്താക്കള്. ഈ വിഷയങ്ങൾ ഓക്കെ ആണെങ്കിൽ അടുത്ത വിഷയം സംസാരിക്കും. അപ്പോഴല്ല അടുത്ത വിഷയം സംസാരിക്കേണ്ടത്. ഒരു മടിയില്ല. എന്താ മടി? ഒരു മടിയില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ മടിക്കേണ്ട കാര്യം. ഞാൻ പറയുന്നത് വസ്തുതാപരമാണ് എന്ന് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ശേഷിയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ UDFന്റെ നേതൃത്വത്തിലുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇതൊക്കെ എല്ലാവരും ഒരേ പോരാട്ടത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം ഈ പോരാട്ടത്തിന്റെ ഭാഗമാണ്, ഞങ്ങളും ഈ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഇനിയും ഈ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ നിൽക്കുന്ന ലക്ഷക്കണക്കിന് കർഷകരുണ്ട്. അവർക്ക് ആശ്വാസം കൊടുക്കണം, അവർക്ക് ഉറപ്പ് കൊടുക്കണം. ഈ മലയോര മേഖലയിൽ 63 സീറ്റും ജയിപ്പിച്ച് ഞാൻ കൊടുക്കാം ഈ 3000 കോടി വെക്കുകയാണെങ്കിൽ. 63 സീറ്റ്. അതിൽ ഈ പറയുന്ന 10, 12, 13 സീറ്റാണുള്ളത് ഇപ്പൊ UDFന്റെ കയ്യില്. അതാണ് രാഷ്ട്രീയം. അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കട്ടെ. ആ തീരുമാനത്തോടൊപ്പം നമ്മളുണ്ടാവും, എന്ത് ത്യാഗം സഹിച്ചിട്ട്. ഒരു കാര്യം കൂടി പറയാം, അങ്ങനെ നല്ലൊരു തീരുമാനത്തിലേക്ക്, മാന്യമായ റെക്കമെൻഡേഷനിലേക്ക് ഞങ്ങൾ വരികയാണെങ്കിൽ മരുമോനിസത്തിന്റെ വേരറക്കാൻ എനിക്ക് ആയുസുണ്ടെങ്കിൽ കേട്ടോ, ഈ 2026 മെയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഞാൻ മത്സരിക്കും. മനസ്സിലായോ? ബേപ്പൂരിൽ TV അൻവർ മത്സരിക്കും. പിണറായിസത്തിന്റെ മരുമോനിസത്തിന്റെ വേര് ഞാൻ ഇറക്കും ജനങ്ങളെ കൂട്ടി. അവരാലോചിക്കട്ടെ, വെല്ലുവിളിയാ. അവിടെ വരട്ടെ മരുവനും അമ്മായിയപ്പനും കൂട്ടും കുടുംബവും. സഖാക്കളോട് ഞാൻ സംസാരിക്കും. ആ സഖാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ പാവപ്പെട്ട തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. 2 മിനിറ്റ് റീലിനെ 10 ലക്ഷം. ബേപ്പൂർ ഫെസ്റ്റ് അങ്ങനത്തെ 4 എണ്ണം 49,60,000 റുപ്യ പോക്കറ്റ് വിഷും. മനസ്സിലായോ? അങ്ങനത്തെ എത്ര റീല്
ആന ചവിട്ടി കൊണ്ടാലും മൂപ്പര് കൊടുക്കും 10 ലക്ഷം. എന്തൊരു തൊഴിലാളി പാർട്ടി, എന്തൊരു തൊഴിലാളി സ്നേഹം, കവിഞ്ഞൊഴുകല്ലേ തൊഴിലാളി സ്നേഹം. ഇതൊക്കെയാ സ്വരാജിനോട് ഞാൻ പറഞ്ഞത്. അവരൊക്കെ അത് തിരുത്തേണ്ടത്. ഈ പിണറായിസത്തിന് വാഴ്ത്തുപാട്ടല്ല പാടേണ്ടത്. ആ പാർട്ടിയെയും ആ സഖാക്കളെയും ഞെക്കിക്കൊന്ന് പിഴിയുകയാണ്. കണ്ണൂർ ജില്ല അടക്കമുള്ള സഖാക്കളുടെ മാനസികാവസ്ഥ എനിക്കറിയാം. എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നൂറുകണക്കിന് സഖാക്കൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തുനിന്നും. വിടരുത് നിങ്ങള്, ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഇപ്പൊ പ്രചരണം തുടങ്ങിയപ്പോ നിങ്ങൾ വോട്ട് തുടങ്ങിയപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? UDF വോട്ട് പിടിക്കുന്നത്. എവിടെ UDF വോട്ട് പിടിച്ചത്? എവിടെ പിടിച്ചത്? ആ ക്രോസ് വോട്ട് കൂടി പോയിട്ടില്ലെങ്കിൽ 45,000 വോട്ടിലേക്ക് കൂപ്പൂത്തുവൻ. അതാണ് കേരളത്തിലെ യഥാർത്ഥ നിജസ്ഥിതി. CPM-ലെ സഖാക്കൾ, യഥാർത്ഥ സഖാക്കൾ വിങ്ങി പൊട്ടി നിൽക്കുകയാണ്. ഒരു മരുമകനെ കൊടുത്തിട്ട് സകലം വെട്ടിനിരത്തി സകല ജയരാജന്മാരെയും സൈഡ് ലൈൻ ചെയ്ത് ആര് ബാക്കിയുണ്ട്? ആ പാർട്ടിയിൽ ആര് ബാക്കിയുണ്ട്? ഒന്നാം ഘട്ടം മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് 2ാം ടേം മന്ത്രിസ്ഥാനം എല്ലാം പറഞ്ഞിട്ട് സകല എണ്ണത്തിനെയും, ടീച്ചറെയും തോമസ് ഐസക്കിനെയും സുധാകരനെയും ഒക്കെ ആദ്യം തന്നെ സൈഡാക്കി. അത് തുടങ്ങുമ്പോൾ ഞാൻ എനിക്ക് എന്താ പറയാ, അടുപ്പുള്ള സഖാക്കളോട് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് നോക്കിക്കട്ടോ ഈ വെട്ടിങ്ങനെ നടക്കുന്നു. ഇപ്പൊ ഏതെങ്കിലും ജയരാജന്മാരുണ്ട്? കേൾക്കുന്നുണ്ട് ഞങ്ങള്? ഇപ്പൊ മൂപ്പര സെക്രട്ടറി ആയിട്ട് ഒരാളെ പിടിച്ചിട്ട് അവിടെ സെക്രട്ടറി ആക്കി, അവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. കോഴിക്കോട് മോഹനൻ മാഷ് എന്തുമാത്രം പിണറായിക്കും വേണ്ടിയിട്ട് കഠിനാധ്വാനം നടത്തിയതാ. ആദ്യം അളമരം കരീം സഖാവിനെ കൂട്ടം പിടിച്ചിട്ട് ഇയാളെ മോഹൻ മാഷെ കൂട്ടുപിടിച്ച് കരീമൻ സഖാവിനെ സൈഡാക്കി. അത് കഴിഞ്ഞ് പുള്ളിനെ വലിച്ചു പുറത്തിട്ടു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജനകീയ നേതാവ് പ്രദീപ് കുമാറാണ്, പഴയ MLA. മൂപ്പർക്ക് പ്യൂണിന്റെ പണി കൊടുത്തിട്ട് ആ പോടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആണ്. ജില്ല ക്ലീൻ. ഇനിയിപ്പോ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരിക, മരുമോൻ വിചാരിച്ചപോലെ സ്ഥാനാർത്ഥിയേ ഉള്ളൂ. നിയമസഭ വരിക, മരുമോൻ വിചാരിച്ചപോലെ എന്താ പറയാ, കോഴിക്കോട് തൊട്ട് കാസർഗോഡ് വരെ സ്ഥാനാർത്ഥികളാവുള്ളൂ. ഇനി എവിടെ വെട്ടി നിരത്താൻ ബാക്കി? ഇത് സഖാക്കൾ കിടന്ന് ശ്വാസം വിട്ടില്ലേ? ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി അടക്കം അദ്ദേഹത്തിന് നട്ടലുണ്ടെങ്കിൽ പറയണം. അദ്ദേഹം പറഞ്ഞാണല്ലോ മണ്ഡലത്തിൽ വന്നിട്ട് ഇത് ഗവൺമെന്റിന് വിലയിരുത്തലാകും. വിലയിരുത്തിയല്ലേ ജനം? മുഖ്യമന്ത്രിയോട് മാറാൻ പറയല്ലേ ശേഷിയുണ്ടോ ഈ പാർട്ടിക്ക്? ധൈര്യം ഉണ്ടോ ഗോവിന്ദ മാഷക്ക്? ഉണ്ടോ? ഒരാള് പറയോ? പോളിറ്റ് ബ്യൂറോ പറയോ? എന്തിനേറെ പറയുന്ന മനുഷ്യന്മാരെ, പ്രിയപ്പെട്ട സഖാക്കളെ, ഒരു പാർട്ടിയുടെ ഒരു AKG സെന്റർ ഒരു സംസ്ഥാനത്തിന്റെ ആകെ ഭരണവും ശക്തിയില്ല സ്റ്റേറ്റില് വലിയൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് CPM-ന്റെ എല്ലാം അവസാനത്തെ വാക്ക്. ആ മനുഷ്യനൊരു ബാഗ് ഇട്ടിട്ട് ആ സഖാക്കളെ കൂടെ എങ്ങനെ നിൽക്കുമോ? അമ്മോശാക്ക പോയിട്ട് വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുക. മനസ്സിലായോ? എങ്ങനെ സഹിക്കും സഖാക്കള്? അപ്പൊ ഇയാൾക്ക് ഇതൊന്നും ബാധകല്ലേ? ഈ പാർട്ടിയിലെ ഒരു നിയമം ഇയാൾക്ക് ബാധകല്ലേ? ഇതാണ് പിണറായിസം, അതാണ് മരുമോനിസം, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന, തൊഴിലാളികളെ സ്നേഹിക്കുന്ന സഖാക്കളുടെ ഉള്ളിൽ കത്തി ഞെരിങ്ങാണ്. ഒരൊറ്റ ആള് മുണ്ടി നോക്കട്ടെ പിണറായി മാറണമെന്നിപ്പം. കേരളത്തിലെ മുഴുവൻ കവലകളിലും CPM-മാര് പ്രകടനം നടത്തും. പാർട്ടി സെക്രട്ടറി എന്ന് പറയാൻ ധൈര്യം കാണിച്ചാൽ മതി. പാവപ്പെട്ട സഖാക്കള്, ഈ തൊഴിലാളികള്, ഈ തൊഴിലുറപ്പുകാര്, ഈ ചുമട്ടുകാര്, ഈ വണ്ടി ഓടിക്കുന്ന സഖാക്കള്, CIT-കാര്, കേരളം മുഴുവൻ വെളിയിലിറങ്ങും മുഖ്യമന്ത്രി മാറണം എന്ന് പറഞ്ഞിട്ട്. അറിയോ നിങ്ങള്? അതിനൊന്ന് പറയാനുള്ള ത്രാണി വേണം. ഹലോ മുഖ്യമന്ത്രി, അത്രയൊക്കെ ആയി, ഇനി നിങ്ങൾ വെച്ച് ഈ വണ്ടി ഉന്താൻ കഴിയില്ല, ഞങ്ങളെ കാര്യം, പാർട്ടിന്റെ കാര്യം പോക്കാൻ ദയവായി നിങ്ങളൊന്ന് മാറി നിൽക്കണം. അയാൾ എന്തായാലും സ്വയം മാറാൻ തയ്യാറില്ല. അത് പറയാൻ ഈ പാർട്ടിക്ക് ത്രാണിയില്ല. പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ പറയോ? ബേബി പറയോ? അഖിലേന്ത്യാ സഖാവ് ബേബി പറയോ? ആരാ പറയാ? ഇനി ജനം പറയാൻ പോകട്ടെ മക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ. 2026 ജനം പറയാൻ പോവാണ്. അതിന്റെ മുമ്പ് നിങ്ങൾ പറഞ്ഞാൽ ആ പാർട്ടിയും സഖാക്കളും ഇവിടെ നിലനിൽക്കും. അല്ലെങ്കിൽ ഇതന്നെ വാട്ടർലൂ ആണ്, വാട്ടർലൂ. അതാ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതിങ്ങനെ അഗ്നിപർവ്വതമായി നിൽക്കുകയാണ് കേരളം. ഈ കുടുംബാധിപത്യ, സ്വേച്ഛാധിപത്യ, ഏകാധിപതിയുടെ കീഴില്. അത്രേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഒരൊറ്റ വാക്ക് കൂടി, വോട്ട് ചെയ്ത് സഹായിച്ച മുഴുവൻ ജനങ്ങൾക്കും, പിന്തുണ നൽകിയ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യസ്നേഹികളായ മുഴുവൻ മനുഷ്യർക്കും, പത്രമാധ്യമ പ്രവർത്തകർക്ക്, തൊഴിലാളികൾക്ക്, പ്രവാസികൾക്ക്, ഇനി വേണ്ട മനുഷ്യരായി ജീവിച്ച സകലമാന മനുഷ്യർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നതോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ജനങ്ങൾ അണിനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം ഈ ഭൂമിയിൽ മരിച്ചു വീഴുന്നവരെ
ഒരുത്തന്റെയും കാല് പിടിക്കാതെ ആരെയോടും എന്താ പറയാ ഉപഹാരം തേടാതെ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ PV അൻവർ ഉണ്ടാകുമെന്ന് സർവശക്തന് മുമ്പിൽ വാക്ക് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അത് നമുക്ക് സൗകര്യം പറയാം. അല്ല, അത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ അവിടെ ഉണ്ടാവും. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തയ്യാറാണെങ്കിൽ. കാരണം പിണറായിസം ഇവിടെ അവസാനിക്കാൻ പോവാണ്. പിന്നെ ഇവിടെ വളരാൻ പോകുന്ന മരുമാനിസാണ്. അത് അതിലും അപകടമാണ്. ആ മരുമാനസത്തിന്റെ അടിവേര് വെട്ടാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ മനുഷ്യരെ കണക്കിലെടുത്ത്, മലയോര കർഷകരെ കണക്കിലെടുത്ത്, ഈ മലപ്പുറം ജില്ലയുടെ ഈ പറഞ്ഞ പോലെ കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും ചേർത്ത് ഈ പറയുന്ന എന്താ പറയാ മലയോര മേഖലക്ക് ഒരു മലയോര ജില്ല രൂപീകരിച്ച് മലപ്പുറം ജില്ലയിലെ ജനങ്ങളോടും മലയോര കർഷകരോടും നീതി പുലർത്താനൊക്കെ തയ്യാറായ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു മുന്നണിക്കെടുക്കാവുന്ന തീരുമാനമുള്ളൂ. PSC മെമ്പർമാരുടെ കാര്യം 21-ൽ 5 ആക്കണം. ശമ്പളം വെട്ടിക്കൊടുക്കണം. ഇവർക്ക് എന്തിനാ പെൻഷൻ കൊടുക്കുന്നത്? എന്തിനു കൊടുക്കുന്നത്? 5 കൊല്ലത്തെ സേവനത്തിന് ജീവിതകാലം മുഴുവൻ പെൻഷൻ. എത്ര കോടി ഉറുപ്പിക ഒരുത്തിന് കൊടുക്കുന്നത്? എന്താ അവന്റെ സേവനം? 4 ആളെ സെലക്ട് ചെയ്യുന്ന ഇന്റർവ്യൂവിന്റെ പണിയാ PSC മെമ്പർ പറഞ്ഞാൽ. നിങ്ങളെ കടയിലേക്ക് 2 ആളെ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചെയ്യും. നീ എന്താ പഠിച്ചാൽ സർട്ടിഫിക്കറ്റ് എടുക്ക്. ഇതാ പണി. ഇതല്ലേ പണി? ഇതിനെന്തിനാ 21 ആള്? എന്തിനാ 4 ലക്ഷം ശമ്പളം? എന്തിനാ അവർക്ക് പെൻഷൻ? ഇതൊക്കെ അങ്ങേയറ്റത്തെ അനീതിയല്ലേ? ഈ പാവപ്പെട്ട മനുഷ്യനെ കൊള്ളയടിച്ചിട്ട് ഈ നികുതി വാങ്ങിയിട്ട് അത്രേ പറഞ്ഞിട്ടുള്ളൂ. അക്രമമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അനീതി ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. ഒരു മാറ്റം ഉണ്ടാക്കണം UDF. കേരളത്തിലെ ജനത, യുവത അത് ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം കണ്ടുകൊണ്ട് ഉള്ള ഒരു പ്രപ്പോസൽ, നല്ല കൃത്യമായ എന്താ പറയാ ഒരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ ജനം കൂടെ നിൽക്കും. അത്രേ പറഞ്ഞിട്ടുള്ളൂ.